ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗായിട്ടാണ്. അപ്പോൾ നമ്മൾ സ്കൂൾ തുറക്കുന്ന ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീച്ചു, പതിവ് പോലെ തന്നെ സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനും മോളും, മൂത്താളാണ് കേട്ടോ, മൂത്താളിനി 9ലേക്കും രണ്ടാമത്തെ ആളിനി 5ാം ക്ലാസ്സിലേക്കുമാണ് സ്കൂളിൽ. അപ്പോൾ സ്കൂൾ തുറക്കുന്ന ദിവസം എന്താ പറയുക, മുതിർന്നവരെ പോലെ തന്നെ കുട്ടികളെ പോലെ തന്നെ മുതിർന്നവർക്കും ഭയങ്കര ഒരു ഉഷാറൊക്കെ ആയിരിക്കും. പിന്നെ പോകെ ഉഷാറൊക്കെ രണ്ട് ടീമിനും അങ്ങോട്ട് മാറും. സാധാരണ അങ്ങനെയാണല്ലോ, സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികൾക്ക് പുതിയ ബാഗ്, ഡ്രസ്സ്, കൊട, യൂണിഫോം ഇതൊക്കെ ഇട്ട് പോകാനും കൂട്ടുകാരെ കാണിക്കാനൊക്കെ ഭയങ്കര ഉഷാറായിരിക്കും. അതേപോലെ തന്നെ എന്താ പറയുക, പേരൻസിനും ആദ്യത്തെ 1-2 ദിവസം ഭയങ്കര ഉണർവായിരിക്കും. അടുക്കളയിലൊക്കെ വേഗം കയറി പണികളൊക്കെ സ്പീഡിൽ കഴിക്കും. പിന്നെ നമുക്ക് ആ ഒരു സ്പീഡൊക്കെ അങ്ങോട്ട് കുറയും. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ ഫസ്റ്റ് തന്നെ നമ്മൾ വെള്ളം കുടിക്കും. അപ്പോൾ ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ ചായ ഇടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചായ ഇടാൻ വേണ്ടിയിട്ട് പാലൊക്കെ എടുത്ത് ചായ ഇടാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മൂത്ത മോൾക്ക് സ്കൂളിൽ പോകുമ്പോൾ അവൾക്ക് ചോറ് കൊണ്ടുപോകണ്ട, അവർക്ക് ഉച്ചവരെയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറിന് ഇടാനും നേരം വൈകിയെന്നല്ല, ആ ഒരു 7 മണി ആ ഒരു ടൈമിലാണ് പിന്നെ ഞാൻ ഇട്ടത്, ചോറിന് വെള്ളം ഇട്ടത്. അപ്പോൾ ചായ ഇറക്കിയതിന് ശേഷം വേണം നമുക്ക് ഇതിൽ തന്നെ ഗ്യാസിൽ തന്നെ ഞാൻ ചോറ് തിളപ്പിച്ചിറക്കി വെക്കാറാണ് പതിവ്. ഞാനും കുട്ടികളും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അടുപ്പൊന്നും അങ്ങനെ കത്തിക്കാറില്ല. ഗ്യാസിൽ തന്നെ തിളപ്പിച്ചിറക്കിയിട്ട് വെക്കലാണ് പതിവ്. നമ്മുടെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കലാണ് പതിവ്. അപ്പോൾ നമ്മുടെ ചായ തിളച്ചിവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ചായ നിർബന്ധമാണ് കേട്ടോ. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ചായ കുടിക്കും. അരമണിക്കൂറൊന്നും എടുക്കാറില്ല, ചിലപ്പോൾ 10-15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ചായ കുടിക്കും. അപ്പോൾ അത് കുട്ടികൾക്കും ചായ നിർബന്ധമില്ല, മൂത്താൾക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഞാൻ ചോറിന് വേണ്ടിയിട്ട് വെള്ളം ഇട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് രണ്ടാമത്തെ ആൾ സ്കൂളിൽ പോകുമ്പോൾ അവളുടെ കൂടെ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മോനെയും കൊണ്ട് പോകാമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം ഞങ്ങളങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ചെറിയ ആൾ നല്ല ഉറക്കമാണ്. അപ്പോൾ രണ്ടാമത്തെ ആളെ പോയി വിളിച്ച് എണീപ്പിക്കാൻ നോക്കാൻ കേട്ടോ. അപ്പോൾ അവരും താഴെയാണ് കിടക്കാറ്, ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അപ്പുറത്തെ റൂമിൽ കിടക്കാൻ മടിയായിട്ട് എൻ്റെ കൂടെ തന്നെയാണ് താഴെ കിടക്കാറ്. അപ്പം മൂത്താളങ്ങനെ യൂണിഫോമൊക്കെ ഒന്ന് തേച്ചിട്ടൊക്കെ ഒന്ന് എടുക്കുകയാണ്. അപ്പോൾ രാവിലെ നമ്മൾ പുട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. തലേദിവസത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു, അപ്പോൾ പുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടാമത്തെ ആൾക്ക് സ്കൂളിൽ പോകുമ്പോഴത്തേന് കറി കൊണ്ടുപോകണം, അവിടെ ഉച്ചഭക്ഷണം ഉണ്ടാകും. പിന്നെ അതിനെല്ലാം അവർക്ക് വൈകുന്നേരം 4 മണി വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ കടച്ചക്ക ഉപ്പേരിയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ക്യാബേജ്, ക്യാരറ്റും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് തോരനാക്കാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അങ്ങനെ പുട്ടൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുള്ളത് സ്കൂൾ തുറക്കണമെന്ന് June 2 അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. പക്ഷേ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് നേരം വൈകി. അങ്ങനെ അടുക്കളയിലെ പണികളൊക്കെ ഏകദേശം ഒരുവിധം കഴിച്ചു. അങ്ങനെ അവൾക്ക് മുട്ട വറുത്തതും പിന്നെ ക്യാരറ്റ് തോരനും ഒക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി ഒക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇളയാൾക്ക് മാത്രം കൊണ്ടുപോയാൽ മതി, മൂത്താൾക്ക് ഇന്ന് വേണ്ട, അവൾക്ക് ഉച്ചവരെയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അതൊക്കെ സെറ്റാക്കി കുളിച്ച് ഫ്രഷായി ഞാനും മക്കളും. അപ്പോൾ മൂത്താൾ ഏകദേശം പോകാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു, അവളൊരു 8:30 ആകുമ്പോഴത്തേനും പോവും. അങ്ങനെ ചെറിയ ആൾ എണീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ ഫ്രഷാക്കി അവനുമായിട്ട് പോവാമെന്നാണ് വിചാരിച്ചത്, ഇളയാളെയും കൊണ്ടിട്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെ 2 വീലറിൽ ഞാൻ സ്കൂളിലേക്ക് ആക്കി കൊടുക്കാറാണ് പതിവ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് സ്കൂള്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പതുക്കെ ഇറങ്ങാമെന്ന് വെച്ചിരിക്കുമ്പോൾ നല്ല മഴ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മോനെയും കൊണ്ട് പോയാൽ ശരിയാവില്ല. ഒന്നാമത് അവൻ സ്കൂളിൽ അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അടങ്ങിയിരിക്കുകയൊന്നുമില്ല. അപ്പോൾ പിന്നെ അവനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ മഴ നനയും എന്തായാലും. അപ്പോൾ പിന്നെ അവനെ ഞാൻ തൊട്ടടുത്ത വീട്ടിലാക്കിയിട്ട് സ്കൂളിൽ എനിക്ക് പരിപാടിക്കൊന്നും നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അങ്ങനെ പിന്നെ ഞാൻ അവരെ രണ്ടാളെയും സ്കൂളിൽ വേഗം കൊണ്ട് ആക്കിയിട്ട് വരാമെന്ന് അങ്ങനെ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അപ്പോൾ വണ്ടി കയറി കാണുമ്പോൾ അങ്ങനെ ആൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ചെറിയ ആളെ ഞാൻ അപ്പുറത്തെ വീട്ടിലാക്കിയിട്ടാണ് പോണത്. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് വേണ്ടി വരുള്ളൂ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക്. അപ്പോൾ നമ്മളത് ആ സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണല്ലോ കുട്ടികൾക്കായാലും. അപ്പോൾ ഇവൾക്ക് LSSൽ കിട്ടിയിട്ടുണ്ട്, LSS സ്കോളർഷിപ്പ് എക്സാമിൽ വിന്നറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലെക്സ് ബോർഡൊക്കെ കണ്ടപ്പോൾ ചിച്ചുവിന് ഭയങ്കര സന്തോഷമായി. പ്രതീക്ഷിക്കാതെയാണ് നമ്മളത് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ കണ്ടത്.
അപ്പോൾ അവൾക്ക് നല്ലൊരു സന്തോഷമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നമുക്കും മക്കളുടെ ഫോട്ടോസ് ഇങ്ങനെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. അപ്പോൾ പിന്നെ ഇവളെ വേഗം തന്നെ ക്ലാസ്സിൽ കൊണ്ടാക്കിയിട്ട് പോകാമെന്ന് അങ്ങനെ വിചാരിച്ചു. അപ്പോൾ കൂട്ടുകാരികളൊക്കെ വന്നു കേട്ടോ, ഓടി വന്നു. അപ്പോൾ എല്ലാവരും അവൾക്ക് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവളെ സ്കൂളിലാക്കിയിട്ട് ടീച്ചറെയും കണ്ട്, ക്ലാസ് ടീച്ചറെയും കണ്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ച് ഞാൻ വേഗം തന്നെ ടീച്ചറെ കയറി കണ്ടു. അപ്പോൾ സ്കൂളിൽ ഇവിടെ ക്ലാസ് വരുന്നത് മുകളിലാണ് കേട്ടോ, മുകളിലത്തെ ഭാഗത്താണ്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ഞാൻ സ്കൂളിൽ നിന്ന് പോയി. അപ്പോൾ ഇവർക്ക് 4 മണി വരെയാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ ടീച്ചറിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പോന്നു. അപ്പോൾ ഉച്ചയ്ക്ക് മുന്നേ ഞാനിവിടെ എത്തി. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡും കഴിക്കാനായിട്ട് അങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ നേരത്ത് മോൻ ഉറങ്ങുമായിരുന്നു. അപ്പോൾ അവന് ഫുഡ് കൊടുത്തതിന് ശേഷം അവനെ ഉറക്കി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.